കറാച്ചിയിൽ നടന്ന ആക്രമണത്തിന് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ തിരിച്ചടി നൽകിയിരിക്കുന്നു. 29 ഭീകരരെ വധിച്ചു എന്നതാണ് അവകാശവാദം. പാകിസ്ഥാന്റേത് ഭീരുത്വം എന്നാണ് താലിബാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ അഫ്ഗാൻ പോര് ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ ശക്തമാകുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ കറാച്ചിയിൽ അർദ്ധ സൈനിക വിഭാഗമായ സിന്ധ് റേഞ്ചേഴ്സിന്റെ ആസ്ഥാനത്താണ് ഭീകര സംഘടനയായ തെഹ്രികെ താലിബാൻ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. സ്ഫോടക വസ്തു നിറച്ച വാഹനം കെട്ടിടത്തിനകത്തേക്ക് ഇടിച്ചു കയറ്റി നടത്തിയ സ്ഫോടനത്തിൽ 4 സൈനികരാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് പാക് സൈന്യവും സിന്ധ് റേഞ്ചേഴ്സും നടത്തിയ പ്രത്യാക്രമണത്തിൽ ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു. കറാച്ചിയിൽ നടന്ന ഏറ്റുമുട്ടൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടുനിന്നതായാണ് റിപ്പോർട്ട്. പരിക്കേറ്റ ഒരു അഫ്ഗാൻ പൗരനെ പാകിസ്ഥാൻ പിടികൂടുകയും ചെയ്തിരുന്നു. ഇതിന് പ്രതികാരമായാണ് അഫ്ഗാൻ അതിർത്തി കടന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുന്നത്. അഫ്ഗാനിലെ പക്തിയ, കുനാർ മേഖലകളിൽ പാകിസ്ഥാന്റെ കനത്ത വ്യോമാക്രമണം നടന്നു എന്നതാണ് റിപ്പോർട്ട്. ഈ മേഖലകളിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു പാക് മന്ത്രിയായ അതൊള്ള തരാർ പറഞ്ഞത്. ആക്രമണത്തിൽ 29 ഭീകരർ കൊല്ലപ്പെട്ടതായും പാക് മന്ത്രി അവകാശപ്പെട്ടു. കിഴക്കൻ അഫ്ഗാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. പാകിസ്ഥാന്റേത് ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന TTP കറാച്ചിയിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാനിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന TTPക്ക് സംരക്ഷണം നൽകുന്നത് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടമാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ഇതേ ചൊല്ലി 2025 ഒക്ടോബർ മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിരന്തരം സംഘർഷം നടന്നുവരികയായിരുന്നു. ഇപ്പോൾ കറാച്ചിയിലെ ആക്രമണത്തിൽ ഇന്ത്യയെ ബന്ധിപ്പിച്ച് പാകിസ്ഥാൻ ആരോപണം ഉന്നയിച്ചിരുന്നു. കറാച്ചിയിലുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നതെന്നും ഇവയെ ഇന്ത്യ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് പ്രസ്താവനയിൽ അറിയിച്ചത്. സ്വന്തം അതിർത്തിക്കുള്ളിലെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ പ്രസ്താവനയിൽ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ താലിബാന്റെ ഒരു വിഭാഗമായ ജമാഅത്ത് ഉൽ അഹ്റാർ എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം സ്വന്തം മണ്ണിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ വിശ്വസനീയമായ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണം എന്നതും കൂടിയായിരുന്നു രൺധീർ ജയ്സ്വാൾ ഈ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത്. ഭീകരവാദത്തെ ഭരണകൂടം നയമായി ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ നിർത്തലാക്കണമെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. സ്വന്തം രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം അയൽ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്ന ശൈലി പാകിസ്ഥാൻ തുടരുകയാണ് എന്നും ഈ വിഷയത്തിൽ ഇന്ത്യ കുറ്റപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളായി അഫ്ഗാനിൽ നിന്നുണ്ടാകുന്ന ഇത്തരം തിരിച്ചടികൾക്ക് ഇന്ത്യയെ പഴിചാരുന്ന ഒരു ശീലം പാകിസ്ഥാനുണ്ട്. ഇന്ത്യയാണ് അതിന് പിന്നിൽ എന്ന ആരോപണം പാകിസ്ഥാൻ ശക്തമാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായാണ് അതിർത്തിയിലെ സൈനിക നീക്കമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നു. പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അട്ടാവുള്ള തരാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ താലിബാന്റെ താവളങ്ങളെയാണ് സൈന്യം ലക്ഷ്യമിട്ടത്. അഫ്ഗാൻ താലിബാന്റെ സഖ്യകക്ഷിയാണെങ്കിലും TTP പ്രത്യേക വിഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. TTP ഭീകരർക്ക് അഫ്ഗാൻ ഭരണകൂടം അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും കാബൂൾ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയുമാണ്. എന്തായാലും പാകിസ്ഥാനിലെ സൈനിക നീക്കം പാകിസ്ഥാൻ കടുപ്പിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ നിരന്തരമായ ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ നടത്തുന്നുണ്ട്. വലിയ ഏറ്റുമുട്ടലുകൾ എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടാകുന്നത്. ചൈനയുടെ മധ്യസ്ഥതയിൽ ഏപ്രിലിൽ സമാധാന ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഇതുവരെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ ഇരു രാഷ്ട്രങ്ങൾക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ കറാച്ചിയിലെ ആക്രമണം, അതിന് പിന്നാലെ അഫ്ഗാനിൽ തിരിച്ചു കയറിയുള്ള പാകിസ്ഥാന്റെ
തിരിച്ചടി. അത് നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കിയിരിക്കുകയാണ്. എന്താണ് മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഉടലെടുക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.